1000 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രം പറയുന്ന തഞ്ചാവൂരിലെ പെരിയ കോവിൽ. ഈ അമ്പലം ഒരു സംഭവമാണ്. ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തഞ്ചാവൂർ പെരിയ കോവിലിനുള്ളിലാണ്. ഇതിപ്പോൾ രണ്ടാമത്തോട്ടാണ് ഇതിനുള്ളിൽ കയറുന്നത്. രാവിലെ നമ്മൾ പകൽ കാഴ്ചകൾ, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈവനിങ്, അതായത് നൈറ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ, ലൈറ്റൊക്കെ ഇട്ടാൽ അതിനുള്ള കാഴ്ചകളൊക്കെ അടങ്ങിയ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതുണ്ടല്ലോ അസ്തമയ സമയമാണ്. സമയം ഏകദേശം 5:30 ആവുന്നു. ഇനിയിപ്പോൾ കുറച്ച് ഇരുട്ടായി അതിൻ്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. വൈകുന്നേരം 4 മണി തൊട്ടിട്ട് പിന്നെ 8 മണി വരെയാണ് ഇവിടെ നൈറ്റ് പ്രവേശനം ഉള്ളത്. അല്ല, പകലൊക്കെ പ്രവേശനമുണ്ട്. അമ്പലമൊക്കെ ഒരു 4-4:30ക്കാണ് പിന്നെ തുറക്കുന്നത്. ഓക്കെ, നമുക്ക് കാഴ്ചകൾ കാണാം. രാവിലെ ചെയ്തതുപോലെ തന്നെ അമ്പലത്തിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരുപ്പ് കൗണ്ടറിൽ ഏൽപ്പിക്കണം. ചെരുപ്പ് ഇടാതെയാണ് അമ്പലത്തിനുള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ 1 രൂപയാണ് അതിൻ്റെ ചാർജ്. വൈകുന്നേരം നല്ല തിരക്കൊക്കെ ഉണ്ട്. രാവിലെയും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ ഉള്ള കാരണം ചെരുപ്പിടാതെ ഇതിനുള്ളിൽ കയറുമ്പോൾ കാലൊക്കെ പൊള്ളും. അപ്പോൾ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട്. മുന്നത്തെ വീഡിയോയിൽ വിഷ്വലൊക്കെ ഇട്ടതാണ്. എന്നാലും ഒരു പകൽ വിഷ്വൽ കുറച്ച് ഉണ്ടായിക്കോട്ടെ. നൈറ്റ് വിഷ്വലാണ് കാണാൻ പോണത്. അസ്തമയ സമയം. അമ്പലത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ കച്ചേരിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ശബ്ദം കേൾക്കുന്നുണ്ട്. നന്ദി പ്രതിമയുള്ള ഭാഗം, അവിടെ അമ്പലം. ഞാൻ ഇവിടുന്ന് ഒരു സ്വീറ്റ് വാങ്ങി. ഇവിടെ സ്റ്റാളുണ്ട്. അവിടുന്ന് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ്. രാവിലെ റൈസ് ഫുഡ് ഇവിടെ തന്നെയാണ് കഴിച്ചത്. രാവിലത്തെ പകൽ വീഡിയോ തഞ്ചാവൂരിലത്തെ കാഴ്ച ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴും ഇവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഇത് പിന്നെ സ്വീറ്റായിട്ട് എന്താ സംഭവമാണ്. 50 രൂപ. തൽക്കാലം ഒരു പീസ് കഴിക്കാം. ഇവിടെ അങ്ങനെ വേസ്റ്റ് കൊണ്ടാൻ പറ്റില്ല. അവിടെ വേസ്റ്റ് ബക്കറ്റൊക്കെ ഉണ്ട്. ഈ അമ്പലം ഒരു സംഭവമാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിങ്ങനെ സിംഗിൾ തന്നെയാണല്ലോ. കുഴപ്പമില്ല, ഫ്രഷ് തന്നെയാണ്. ചൂടൊക്കെ ഉണ്ട്. ബാക്കി ബാഗിൽ വയ്ക്കാം. എന്തേ കുറച്ചും കൂടി ഇട്ടാൽ ഈ ഫുള്ള് ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല രസമായിരിക്കും. അപ്പോൾ കാഴ്ച അടിപൊളിയായിരിക്കും. ഇന്ന് പിന്നെ പകൽ ഇവിടെ വന്നിരുന്നു. പിന്നെ നമ്മൾ തഞ്ചാവൂർ കൊട്ടാരം കാണാൻ പോയി. കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്. തഞ്ചാവൂർ ഈ ഒരു രാജരാജ ചോള രാജാവ് നിർമ്മിച്ച 1000 വർഷം മുമ്പ് നിർമ്മിച്ച ഈ ഒരു പെരിയ കോവിൽ, അതായത് ബിഗ് ടെമ്പിൾ, ഇത് തന്നെയാണ് ഇത് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ അമ്പലങ്ങളൊക്കെ ഉണ്ട്, വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇത് സംഭവമാണ്. ഓക്കെ, നമുക്കിവിടുത്തെ കാഴ്ചകളാണ്. അപ്പോഴേക്കും ലൈറ്റൊക്കെ ഒന്ന് തെളിയും.
ഏകദേശം ലൈറ്റിൻ്റെ ഒരു ആ ഒരു തെളിച്ചവും ആ ഒരു അമ്പലത്തിനുള്ള ഒരു മനോഹാരിതയൊക്കെ വന്നു തുടങ്ങി. ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രം പറയുന്ന തഞ്ചാവൂരിലെ പെരിയ കോവിൽ എന്താല്ലേ. ഞാൻ ഈ വൈകുന്നേരം ഇവിടെ വരണമെന്ന് വിചാരിച്ചിരുന്നതല്ല. പിന്നെ പകൽ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അതൊന്ന് തോന്നി വൈകുന്നേരം ആ ലൈറ്റ് കിട്ടാ വ്യൂസൊക്കെ എന്ത് രസമായിരിക്കും. അങ്ങനെയാണ് വൈകുന്നേരം ഈ വഴി വന്നത്. കുറച്ചും കൂടി ആയാൽ നല്ല ഒരു രസമായിരിക്കും, കുറച്ചും കൂടി ഒന്ന് ഇരുട്ടായാലേ. പിന്നെ ഈവനിങ്ങൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രോഗ്രാമുകൾ ഭരതനാട്യം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് വിശേഷ ദിവസങ്ങളിലും ആഘോഷ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ പകൽ കണ്ട് കാഴ്ചയില്ലാതെ രാത്രിയായപ്പോൾ ഒന്നുകൂടി മനോഹരമായി നമ്മുടെ തഞ്ചാവൂർ പെരിയ കോവിൽ. ലൈറ്റൊക്കെ വന്നതായപ്പോൾ വളരെ മനോഹരമാണ് കാണാൻ. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ ഒരു കോവിൽ കാണാൻ വേണ്ടി ഇവിടെയുണ്ട്. നമ്മുടെ വിദേശ രാജ്യത്തുള്ളവർ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മലയാളികളുണ്ട്. മലയാളി ഞാനുണ്ടല്ലോ. പിന്നെ തമിഴന്മാർ അയ്യോ തമിഴ്നാട്ടിലാണല്ലോ ഇതുള്ളത്. പിന്നെ കർണാടകയാണെങ്കിലും മറ്റുള്ള സംസ്ഥാനത്തെ ആളുകളൊക്കെ ഈ ഒരു അത്ഭുതം കാണാൻ ഇവിടെ വരാറുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ് പെരിയ കോവിൽ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല അന്തരീക്ഷം, നല്ല കാറ്റും ഈ വൈകുന്നേരത്തെ ഇവിടെയുള്ള ഈ ഇരിപ്പും അടിപൊളി അന്തരീക്ഷത്തോടെ. ഈ സൈഡിലൊക്കെ ശിവലിംഗമാണ് കേട്ടോ, ഒരുപാടുണ്ട്. ഈ വരുന്ന നീളൻ ഇങ്ങനെയുള്ള ഈ ഒരു വഴിയുണ്ടല്ലോ, ഈ ഒരു ഹാള്, അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ ശിവലിംഗങ്ങളാണ്. ഒക്കെ പൂജയൊക്കെ ചെയ്ത്
കണ്ടില്ലേ? ഒരു അത്ഭുതം തന്നെയാണ്. ഇതൊക്കെ കെട്ടിയുണ്ടാക്കിയത് ആലോചിക്കുമ്പോഴാണ് എങ്ങനെ ഇത് ഭയങ്കരം. അത് കാണുമ്പോഴാണ്, അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അതിശയം മനസ്സിലാവുന്നത്. ഓരോരോ കല്ലുകളുടെ വലിപ്പം, പിന്നെ ഇതിലൊക്കെ കൊത്തി വച്ചിരിക്കുന്ന ഓരോ ശില്പങ്ങൾ, എഴുത്തുകൾ, ഭയങ്കര സംഭവം. ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്നു. നേരത്തെ വാങ്ങിയ ഒരു സ്വീറ്റില്ലേ, അത് കഴിക്കണം. പിന്നെ നല്ല അന്തരീക്ഷം, അടിപൊളി. ചില സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഫീൽ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു, ചില സംഭവം നല്ല ഒട്ടുമിക്കത് അങ്ങനെ തന്നെയാണ്. നേരിട്ട് നമ്മളത് ഫീൽ ചെയ്യുമ്പോഴാണ് അത് അറിയുള്ളൂ. ഓരോ സ്ഥലത്ത് ചെന്ന് ഇരിക്കുമ്പോഴോ അതൊക്കെ ഒരു ഫീലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഇവിടെ നിന്ന് ഫീൽ ചെയ്യാം. അപ്പോൾ ഇതാണ് രാത്രി വ്യൂ. ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ പറയുക, മോഹിനിയാട്ടം അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നു, ഭരതനാട്യം. നൈറ്റ് വ്യൂ എന്തായാലും രസമുണ്ട്. ഇവിടെ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ. നല്ല കാറ്റുണ്ട്. ഒരു നല്ല മഴക്കാലത്തേക്ക് എന്ത് രസമായിരിക്കും അല്ലേ? ആ മഴ പെയ്യുന്ന ആ ഒരു ഫീലും ഈ ഒരു ചുറ്റുപാടും അടിപൊളിയായിരിക്കും. എന്തായാലും കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മനോഹരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, ഈ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്ക് വിട വാങ്ങാം. അപ്പോൾ തഞ്ചാവൂരിലെ പെരിയ കോവിലത്തെ രാത്രി വ്യൂ ആയിരുന്നു നമ്മുടെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തഞ്ചാവൂരിലെ കാഴ്ചകൾ തന്നെയാണ്. ഇന്നിപ്പോൾ നൈറ്റായി. ഇനി ഇവിടെ എവിടെയും സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മളൊന്നും കൂടി തഞ്ചാവൂർ ഒന്ന് കറങ്ങും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.